കഥ വേട്ടക്കാരി. രചന മുഹമ്മദ് സവാദ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അർദ്ധരാത്രി. ആകാശം ഇരുണ്ടിരിക്കുന്നു. ചെറുചാറ്റൽ മഴയാൽ നനഞ്ഞ റോഡ്. റോഡിന്റെ ഇരുവശവും കൂട്ടം കൂടി നിൽക്കുന്ന മുളങ്കാടുകളും കൂറ്റൻ വടവൃക്ഷങ്ങളും കുറ്റിക്കാടുകളാലും സമൃദ്ധമായിരിക്കുന്ന ആളൊഴിഞ്ഞു കിടക്കുന്ന ഭൂപ്രദേശം. ഏകദേശം 30 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ഈ റോഡ് അവസാനിക്കുന്നിടത്താണ് ഇനി ജനവാസമുള്ളത്. ശങ്കർ തൻ്റെ സ്വിഫ്റ്റ് കാർ തെറ്റില്ലാത്ത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ ആകാശിനോട് പറഞ്ഞു, നീ എന്തിനാ ഈ കാട്ടുവഴി തിരഞ്ഞെടുത്ത്? നമുക്ക് മറ്റു വഴിയിലൂടെ എങ്ങനെ പോയാൽ പോരെ? കാറിടിക്കിൽ കാശുള്ള കാര്യം മറക്കണ്ട. കാറിൻ്റെ മഞ്ഞപ്രകാശത്താൽ ഇരുട്ടിൽ ഭയം നൽകുന്ന കാഴ്ചകൾ നോക്കിക്കൊണ്ട് ആകാശ് പറഞ്ഞു, ഈ ഒരു വഴി കാരണം നമ്മൾ ലാഭിക്കുന്നത് 20 കിലോമീറ്ററാണ്. കണ്ണടച്ച് തുറക്കുന്നതിനേക്കാൾ വേഗതയില്ല പെട്രോളിൻ്റെ വില കൂടുന്നത്. അത് മാത്രമല്ല, മെയിൻ റോഡിൽ പോയ പോലീസ് ചെക്കിംഗ് ഉണ്ടാവും. എങ്ങാനും പിടിച്ച തലവേദനയാ. കള്ളപ്പണം എന്നല്ലല്ലോ, എല്ലാ പേപ്പേഴ്സും ഇല്ലേ. പിന്നെന്താ? എന്ത് കാരണത്താലും വേണ്ടായിരുന്നു ശങ്കർ. സത്യം പറയാലോ, എനിക്ക് ആളൊഴിഞ്ഞ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന പേടിയാ. എന്തിനാ നീ ഭയക്കുന്നത്? മനുഷ്യനെയോ അതോ മൃഗങ്ങളെയോ? രണ്ടുമല്ല, മൂന്നാമത്തൊരു വിഭാഗമല്ലേ, പ്രേതങ്ങൾ. അടുത്തിരുന്ന ആകാശിന്റെ തോളിൽ തട്ടി ചിരിച്ചുകൊണ്ട് ശങ്കർ പറഞ്ഞു, പ്രേതങ്ങളെയോ? എടാ വിഡ്ഢി, ആ മണ്ടത്തിൽ ആരെങ്കിലും വിശ്വസിക്കോ? ജനപ്പെരുപ്പം കാരണം മനുഷ്യർക്ക് തന്നെ ഭൂമിയിൽ സ്ഥലമില്ല. അപ്പോഴാ പ്രേതങ്ങൾ. അതല്ലടാ, പ്രേതങ്ങളുണ്ട്, ഞാൻ കണ്ടതാ. എടാ, അതിലൊന്നും വിശ്വസിക്കരുത്. അതെല്ലാം സിനിമകളിലും കഥകളിലും മനുഷ്യന് ഹരം നൽകാൻ അല്ലെങ്കിൽ ഭയം എന്ന വികാരത്തെ ആസ്വദിപ്പിക്കാൻ വേണ്ടി കലാകാരന്മാരെ സൃഷ്ടിക്കുന്ന ഒന്നാ. അപ്പൊ ഞാൻ പറഞ്ഞ കളവാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? കളവാണെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് നീ കണ്ടതോ കേട്ടതോ അത് വെറും നിന്റെ തോന്നലാണ്. നമ്മുടെ തലച്ചോറ് ചില സമയം നമ്മില്ലാത്ത കാഴ്ചകൾ കാണിക്കും. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു തെറ്റ് അല്ലെങ്കിൽ ലാഗ്. അതിന് നമ്മൾ പ്രേതമെന്നോ ആത്മാവെന്നൊക്കെ പല പേരുകൾ വിളിക്കുന്നുവെന്ന് മാത്രം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല ശങ്കർ. ഞാൻ കണ്ടതാ, അല്ലാതെ എനിക്കുണ്ടായ തോന്നലുകളല്ല. ഞാൻ പറയാൻ എനിക്കുണ്ടായ അനുഭവം. അത് കേട്ടിട്ട് നീ പറ, എനിക്കുണ്ടായ തലച്ചോറിൻ്റെ തകരാറാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന്. മഴ നിന്നു. ശങ്കർ വൈപ്പർ ഓഫാക്കിക്കൊണ്ട് പറഞ്ഞു, ശരി, നീ പറ. എന്തായാലും ഇനി ഒരുപാട് യാത്ര ചെയ്യാനല്ലേ, എനിക്കൊരു നേരം പോക്കുമായിരിക്കും. അത് ആകാശിന് ചെറുദേഷ്യം നൽകിയെങ്കിലും പുറത്ത് കാണിക്കാതെ തൻ്റെ അനുഭവം പറയാൻ തുടങ്ങി. പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. സ്കൂൾ അവധിക്ക് ഞാനും അമ്മയും അനിയത്തി അമ്മയുടെ തറവാട്ടിൽ പോയി. ആ സമയമായിരുന്നു കുടുംബാമ്പലത്തിൽ ഉത്സവം. ഉത്സവം എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമൊന്നുമില്ല. ആ നാട്ടിലെ കുറച്ച് ആളുകൾ പങ്കെടുക്കുന്നു. അതുപോലെ അമ്പലത്തിലെ ആചാരങ്ങൾ എന്തൊക്കെയാണോ അത് ആചരിക്കുന്നു, അത്രമാത്രം. അങ്ങനെ ഉത്സവമെല്ലാം കഴിഞ്ഞ് രാത്രി ഞങ്ങൾ വീട്ടിലേക്ക് വരികയായിരുന്നു. അമ്പലം നിലകൊള്ളുന്ന ഒരു വയലിൻ്റെ അരികിലായിട്ടാ. വയലിൻ്റെ മറുവശത്താണ് തറവാടുള്ളത്. വയലിലെ വരമ്പിലൂടെ ഞാനും അമ്മയും അനിയത്തി അമ്മൂമ്മയും അമ്മാച്ചനും കൂടി വരികയാണ്. അമ്മാച്ചനാണ് മുന്നിൽ നടക്കുന്നത്. കയ്യിലൊരു പന്ത് ആട്ടിയാണ് നടക്കുന്നത്. പന്തത്തിൻ്റെ ചെറുപ്രകാശത്തിൽ അധികം കാഴ്ചയില്ലാത്തതിനാൽ എല്ലാവരും തമ്മിൽ കയ്യിലും വസ്ത്രങ്ങളും പിടിച്ച് വരിയായിട്ടാണ് നടക്കുന്നത്. ആ സമയമാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. എന്ത് കണ്ടത്? ശങ്കർ ആശ്ചര്യത്തോടെ ആകാശിനോട് ചോദിച്ചു. വയലിൻ്റെ നടുക്കായ ഒരു സ്ത്രീ. അത് കേട്ടതും ശങ്കർ ചിരി തുടങ്ങി. ശങ്കറിന്റെ ചിരിയിൽ അരിശം കൊണ്ട് ആകാശം മൗനം പാലിച്ചു. ആ സ്ത്രീ കൊടുത്ത ഒരു വെള്ള സാരിയല്ലേ, 2 ദ്രംഷ്ടകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു, കാലുകളില്ല എന്നൊക്കെയല്ലേ നീ പറയാൻ വരുന്നത്? അല്ല. ഒറ്റവാക്കിൽ മറുപടി കൊടുത്ത ആകാശ് വീണ്ടും മൗനം പാലിച്ചു. പിന്നെ? ശങ്കറിന് വീണ്ടും ആകാംക്ഷയേറി. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, എന്നിട്ട് നിനക്ക് എന്താണോ തോന്നുന്നത് അത് പറയുകയോ ചെയ്യുകയോ ചെയ്തോളൂ. ആകാശ് തുടർന്നു. ഞാനാണ് ആദ്യം കണ്ടത്. ഞാൻ അമ്മയോട് എൻ്റെ കാഴ്ചയെ പറഞ്ഞു. അമ്മയും കണ്ടു. അമ്മയിലൂടെ മറ്റുള്ളവരും അറിഞ്ഞു. ആ സ്ത്രീ വയലിലൂടെ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വരികയാണെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അവരടുത്തെത്തുന്നവരെ കാത്തിരുന്നു. അടുത്തെത്തിയതും സ്ത്രീ ഞങ്ങളോടായി പറഞ്ഞു, അവിടെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി മാങ്ങാമരത്തിൻ്റെ ചില്ലയിൽ ഒരു സ്ത്രീ തൂങ്ങി മരിച്ചിരിക്കുന്നു. ഇപ്പോഴും ശരീരം തൂങ്ങിയിരിക്കുക. അമ്മാച്ചൻ അവർക്ക് മുമ്പിലേക്ക് പന്ത് നീക്കി. എന്നിട്ട് ചോദിച്ചു, എവിടെയാ? കൈ ചൂണ്ടിക്കൊണ്ട് പടർന്ന പന്തലിൽ ചിരിക്കുന്ന ഒരു മരത്തെ കാണിച്ചുകൊണ്ട്. അതാ അവിടെ, ആ മരത്തിൽ. അത് കേട്ടതും അമ്മാച്ചൻ വയലിലേക്ക് ഇറങ്ങി നടന്നു. ഒപ്പം ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന സ്ത്രീയും ഞങ്ങൾക്ക് പിന്നിലായി ഞങ്ങൾക്കൊപ്പം വന്നു. അവിടെ എത്തിയ ഞങ്ങളെല്ലാവരും ഒരുപോലെ ഭയപ്പെടുത്തി. ഇരുട്ട്, അതിൻ്റെ കൂടെ കാറ്റിൽ ആടിയുലയുന്ന മരത്തിനൊപ്പം ആ ശരീരവും കിടന്നാടുന്നു. അമ്മ അനിയത്തിയുടെ കണ്ണ് പൊത്തിപ്പിടിച്ചു. ഞാൻ കണ്ട മാത്രയിൽ തരിച്ചു നിന്നു. അമ്മാച്ചൻ പന്തം ഉയർത്തി തൂങ്ങിക്കിടക്കുന്ന ശരീരത്തിൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. എന്നിട്ട് തിരിഞ്ഞെന്ന് ഞങ്ങളോടായി ചോദിച്ചു, അവരെവിടെ ആ സ്ത്രീ? അപ്പോഴാണ്
ഞങ്ങളെല്ലാവരും അവരെ ശ്രദ്ധിച്ച പോലും. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ ഒരേ സമയം അവിടെ ആകെ തെരഞ്ഞെങ്കിലും അവരെ കാണാൻ സാധിച്ചില്ല. അപ്പം തന്നെ അമ്മാച്ചൻ വാ വരിക, എത്രയും വേഗം വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. പിന്നാലെ ഞങ്ങളും. അതിനിടയിൽ അമ്മൂമ്മ ചോദിച്ചു, എന്താ എന്ത് പറ്റിയെന്ന്. ഒന്നുമില്ല, നടക്കാറില്ലേ പറഞ്ഞ് നടക്കുക. അമ്മാച്ചൻ ശകാരിച്ചു. എന്താ എന്തു പറ്റി? വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അമ്മൂമ്മ വീണ്ടും നിർബന്ധിച്ചു. നിർബന്ധത്തിനൊടുവിൽ അമ്മാച്ചൻ പറഞ്ഞു, എടാ അല്പം മുന്നേ നമ്മെ വിളിച്ചുകൊണ്ടുപോയ സ്ത്രീയില്ലേ, അവര് തന്നെയാണ് അവിടെ തൂങ്ങിക്കിടക്കുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പറ്റാവുന്ന വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. അല്ല, ഓടിയെന്ന് പറയുന്നവൻ ശരി. ആകാശ് പറഞ്ഞ് അവസാനിപ്പിച്ചു. എല്ലാം കേട്ടുന്ന ശങ്കർ അല്പനേരം നിശബ്ദനായി. മറുപടിയൊന്നും വരുന്നില്ലെന്ന് കണ്ട ആകാശ്, ഇപ്പൊ മനസ്സിലായോ നമുക്ക് അംഗീകരിക്കാനാവാത്ത പല സത്യങ്ങളും ഈ ലോകത്തുണ്ട്. നിനക്കറിയില്ലേ കൺജൂരിങ് മൂവി സീരീസ്? അതൊക്കെ ചുമ്മാ ചിത്രീകരിച്ചെന്നാണ് നീ കരുതുന്നത്? എങ്കിൽ നിനക്ക് തെറ്റി ശങ്കർ. എഡ്വാറൻ, അതുപോലെ അവരുടെ ഭാര്യ ലോറൈൻ, അവരുടെ ജീവിതത്തിലുണ്ടായ യഥാർത്ഥ സംഭവങ്ങളാണ്. അത് എഴുതി വെച്ച ചരിത്രങ്ങളാണ്. നീ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, അപ്പോൾ കാണാം. പിന്നെ ഇതെല്ലാം കളവാണെന്ന് പറയുന്നവരെല്ലാം കാണാം. പക്ഷെ അതെല്ലാം അവരുടെ നിഗമനമാണ്. നിഗമനങ്ങൾ എങ്ങനെ സത്യമാണെന്ന് ഉറപ്പിക്കാനാവും? ശരിയാവാം നീ പറഞ്ഞു എന്ന് പറഞ്ഞ് മുഴുമിക്ക് മുന്നേ ആകാശ്, വണ്ടി ചവിട്ട് ചവിട്ട്! ആകാശിന്റെ ശബ്ദം കാതിൽ വന്നെത്തിയതും ശങ്കർ ബ്രേക്കിൽ ആഞ്ഞ് ചവിട്ടി. ഒരു സ്ത്രീയും ബൈക്കും നിലത്ത് കിടക്കുന്നതാണ് അവർ കണ്ടത്. വേഗതയിൽ തന്നെ കാറിൽ നിന്നിറങ്ങി ഇരുവരും സ്ത്രീക്കടുത്തേക്ക് ചെന്നു. എന്തെങ്കിലും പറ്റിയോ? ശങ്കർ ബൈക്ക് പിടിച്ചു ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, ഒന്നും പറ്റിയില്ല, ബ്രേക്ക് ജാമായതെന്നാ തോന്നുന്നു. ബൈക്കിന്റെ മുൻഭാഗം ആകാശം ചെറുതായിട്ട് ഉയർത്തി. ശങ്കറും സഹായിച്ചു ബൈക്ക് സൈഡാക്കി. ഇനി എന്ത് ചെയ്യും? ഇവിടെ ഒന്നും വർക്ക്ഷോപ്പില്ല. ആരെങ്കിലും വിളിക്കാന്ന് വിചാരിച്ചാൽ തന്നെ ഈ സമയം ആരും വരികയില്ല. ആകാശ് ബൈക്കിനെ സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടെന്ന്. ഞാൻ എൻ്റെ സുഹൃത്തിന് വീട്ടിൽ പോയി വരികയായിരുന്നു. നേരത്തെ ഇറങ്ങിയതാ. രാത്രിക്ക് മുന്നേ ഈ വഴി കടന്നു പോകേണ്ടതായിരുന്നു. വരുന്ന വഴിയിൽ ടയറൊന്ന് പഞ്ചറായി. സാറില്ല, ഞങ്ങൾ അടുത്ത ജംഗ്ഷനിൽ എത്തിക്കാം. അവിടെ നിന്നാൽ വർക്ക്ഷോപ്പ് ഉണ്ടാവും. കാലത്ത് അവരെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയല്ലോ. നേരെ വിളിക്കാൻ ഇനി അധികം സമയമൊന്നുമില്ലല്ലോ. ശങ്കർ അവരെ സമാധാനിപ്പിച്ചു. നന്ദി പറഞ്ഞുകൊണ്ട് സ്ത്രീ ബൈക്കിലുണ്ടായിരുന്ന തന്റെ ബാഗ് എടുത്ത് കയ്യിൽ പിടിച്ചു. ശങ്കറും ആകാശും കാറിൽ കയറി. ആകാശ് ഡ്രൈവിംഗ് സീറ്റിലും അടുത്തായി ശങ്കറും പിന്നിലായി സ്ത്രീയും. ഞാൻ എമിലി, ഒരു ജേർണലിസ്റ്റാ. ഞാൻ ശങ്കർ, ഇവൻ ആകാശ്, എൻ്റെ സുഹൃത്തും ബിസിനസ് പാർട്ണറുമാണ്. ആ സംസാരത്തിന്റെ തുടക്കം അവർക്കിടയിലെ മൗനത്തെ തള്ളിമാറ്റിക്കൊണ്ട് ഒരു സൗഹൃദം ഉടലെടുത്തു. പല പല സംസാര വിഷയങ്ങൾ അവർക്കിടയിലേക്ക് കടന്നു വന്നെങ്കിലും അവരിപ്പോൾ എത്തി നിൽക്കുന്നത് എമിലിയെ കാണുന്നതിന് തൊട്ടു മുന്നേയുള്ള വിഷയത്തിലാണ്. ആകാശ് പറഞ്ഞ പ്രേതകഥ അല്ല, ആകാശിന്റെ അനുഭവം. ആകാശ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ശങ്കർ. ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവും. എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒന്നിലധികം അനുഭവങ്ങൾ. അപ്പോൾ നിനക്ക് സപ്പോർട്ടായിട്ട് ആൾ കിട്ടിയല്ലോ ആകാശ്. നിങ്ങളൊക്കെ മണ്ടന്മാരാ, പ്രേതം, മണ്ണങ്കട്ട. പുച്ഛത്തോടെയുള്ള ശങ്കറിന്റെ മറുപടിയിൽ എമിലി. പുച്ഛിക്കേണ്ട ശങ്കർ, എനിക്കോ ആകാശിനോ മാത്രമല്ല ലോകത്തുള്ള ജനങ്ങളിൽ അധികം ആളുകൾക്കും പനോരമ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനു കൂടുതൽ പറയണം? അമേരിക്ക വലിയ വികസിത രാജ്യമല്ലേ. അവിടുത്തെ 5-ൽ 2 ആളുകൾ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല 5-ൽ 1 പ്രേതത്തെ കണ്ടുവെന്നും അവകാശപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സർവേയിലെ വിവരം ഞാൻ പറഞ്ഞു, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞല്ല. അല്പം ശബ്ദം കടുപ്പിച്ചാണ് എമിലി തന്റെ വാദം പൂർത്തിയാക്കിയത്. എല്ലാം കേട്ട ശങ്കർ, നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് ഈ പ്രേതങ്ങൾ വിശ്വാസമില്ല. ഞാൻ കാണാത്ത കാലത്തോളം. നീ വിശ്വസിക്കണ്ട. നീ വിശ്വസിക്കണമെന്ന് ആര് പറഞ്ഞു? ഞങ്ങളുടെ വിശ്വാസത്തെ ആക്ഷേപിക്കരുതെന്ന് മാത്രം. ആകാശായിരുന്നു ശങ്കറിന് മറുപടി നൽകിയത്. എമിലി അതിനോട് യോജിച്ചു. ശങ്കർ പിന്നെ മറുത്തൊന്നും പറയാൻ നിന്നില്ല. കാറിന്റെ സൈഡ് ഗ്ലാസിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. ആ സമയം എമിലി, ശങ്കർ പിണങ്ങിയോ? ഏയ് ഇല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എൻ്റെ വിശ്വാസത്തിൽ വിശ്വസിക്കാനും പോകുന്നില്ല. അതിനാൽ ഈ ചർച്ച അവിടെ നിർത്തുന്ന ഉചിതം തോന്നി. അതുകൊണ്ട് മൗനം പാലിച്ചതാ. ഗുഡ്, നല്ല മറുപടി. എങ്കിലും ഞാനൊന്ന് പറയട്ടെ. എമിലി തുടർന്നു. ഞാനൊരു മനുഷ്യനാണെന്ന് ശങ്കറിന് ഉറപ്പുണ്ടോ? അതെന്താ നീ അങ്ങനെ ചോദിച്ച്? ശങ്കർ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നൊന്ന് ചെരിഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവളെ ആസകലം നോയിക്കൊണ്ട് ചോദിച്ചു. എന്നെ നിങ്ങൾ ഇതിനു മുന്നേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ ആരാണെന്ന് അറിയോ? ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നൽകിയ പേര് യഥാർത്ഥമാണെന്ന് എന്തോ ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? അതെല്ലാം പോട്ടെ, ഈ രാത്രിയിൽ നിങ്ങളുടെ കാറിൽ എത്തിപ്പെട്ട ഞാനൊരു മനുഷ്യനാണെന്നുള്ളത് എന്തോ ഉറപ്പാണ് ശങ്കറിനുള്ളത്? പിന്നെ പ്രേതങ്ങളൊക്കെ ബൈക്ക് ഓടിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. ഒന്ന് നിർത്തി എമിലി. മുഴുമിക്കാതെ ശങ്കർ നിർത്തി. വായ തുറന്ന് അണപ്പല്ല് കാണും ഇതൊന്നും ചിരിച്ചുകൊണ്ട് എമിലി തുടർന്നു. ശങ്കർ, പ്രേതങ്ങൾ ബൈക്ക് ഓടിച്ച എന്താ പ്രശ്നം? 2ാം ലോക മഹായുദ്ധത്തിനിടയിൽ ആയുധങ്ങളെടുത്ത് ഇംഗ്ലണ്ടിനു വേണ്ടി ജർമ്മനിക്കെതിരെ പ്രേതങ്ങൾ അല്ലെങ്കിൽ ആത്മാക്കൾ, അതുമില്ലെങ്കിൽ മനുഷ്യബുദ്ധിക്ക് ദഹിക്കാത്തൊരു യുദ്ധം ചെയ്തെന്ന് വിശ്വസിക്കുന്നവരുടെ ലോകമാണിത്. എങ്കിലും ഇതും വിശ്വസിക്കാം.
നീയും നിർത്തുന്നുണ്ട് എമിലി, വെറുതെ മനുഷ്യനെ എന്ന് പറഞ്ഞു നിർത്തിയ ശങ്കറിനോട് എമിലി. ഞാൻ വെറുതെ പറയുന്നില്ല ശങ്കർ. പ്രേതങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിലും മനുഷ്യർ ചെന്നെത്താത്ത ഇടങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുകയെന്ന് തെറ്റാ. അവർ നമുക്കിടയിലുണ്ട്. കണ്ടാ മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന അവർക്ക് പല അമാനുഷിക കഴിവുകളുമുണ്ട്. തക്കം കിട്ടുന്ന സമയം അവർ നമ്മെ അപകടത്തിൽ ചെന്നെത്തിക്കും. അതൊരു കാർ ആക്സിഡന്റ് ആവാം, നിസ്സാരമെന്ന് തോന്നിക്കുന്ന അപകടം നമുക്ക് മുന്നിൽ സൃഷ്ടിച്ചുകൊണ്ടാവാം. അതൊന്നുമല്ലെങ്കിൽ നമ്മെ കൊല്ലാൻ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ടാവാം. നിന്നെ കൊല്ലാൻ എന്നെ ഏൽപ്പിച്ച പോരെ എന്ന് പറഞ്ഞുകൊണ്ട് എമിലി മൂർച്ചയേറിയ കൂർത്ത ആയുധം കൊണ്ട് ശങ്കറിന്റെ തലയിലേക്ക് കുത്തിയിറക്കി. ആഞ്ഞു കുത്തിയതുകൊണ്ടാവാം തലതുളച്ച ആയുധം മറുവശത്ത് എത്തിയിരുന്നു. എന്തിനാണ് എസ്തർ ഇത്രയും വൈകിച്ച്? നേരത്തെ തീർത്തൂടെ? വെറുതെ ചുമ്മാ സമയം കളയാനായിട്ട് ഓരോന്നും പറഞ്ഞിരുന്നു. ഞാൻ ഓൾറെഡി അവനെ ഇല്ലാകാത്തവർ മനസ്സിൽ ഭീതി നൽകി അശ്രദ്ധനാക്കിയതാ. കണ്ടില്ലേ, ഈ റോഡ് അവസാനിക്കാനായി. കഷ്ടിച്ചൊരു 3 കിലോമീറ്റർ കൂടിയുള്ളൂ. എന്തായാലും തീർത്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് കാർ റോഡിലെ സൈഡിലേക്ക് നീക്കിരുത്തിക്കൊണ്ട് കാറിൽ നിന്നിറങ്ങി. ഒപ്പം എസ്തറും. ഇരുവരും ചേർന്ന് ശങ്കറിന്റെ ബോഡി കാറിൽ നിന്നെടുത്തു. റോഡിന്റെ സൈഡിലായുള്ള കുറ്റിക്കാട്ടിലേക്ക് തള്ളിയിട്ട ശേഷം ആകാശ്, നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച പോലെ കാറിലുള്ള കാശിന്റെ 4/1 നിനക്കുള്ളത്. കാറിൽ 60 ലക്ഷമുണ്ട്. അതിൽ 15 നിനക്കുള്ളതാ. തരുന്നതിന് മുന്നേ നിനക്കൊരു ജോലിയും കൂടി ബാക്കിയുണ്ട്. നിന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് എന്റെ ശരീരത്തിൽ പരിക്കേൽപ്പിക്കണം. നാളെ പോലീസ് വരുമ്പോൾ എനിക്കത് പിടിച്ചു നിൽക്കണ്ടേ? ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സംഘം ആക്രമികൾ ആക്രമിച്ചു. അതിനിടയിൽ ശങ്കർ മരിച്ചു. കാശ് അക്രമികൾ കൊണ്ടുപോയി. ഞാൻ പ്രതികരിച്ചുകൊണ്ട് ചെറുപരിക്കളോട് രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് എസ്തർ എന്റെ ബുദ്ധി? പിന്നെ നല്ല ബുദ്ധിയാ. നിന്നെ സംബന്ധിച്ചോളം നിനക്ക്, എനിക്കല്ല. കഴിഞ്ഞൊരു മാസം മുന്നെയാ ബാംഗ്ലൂർ ടൗണിൽ വെച്ച് യാദൃച്ഛികമായി നമ്മൾ കണ്ടതും പരിചയപ്പെട്ടതും. ഈ ജോലി നീ എന്നിൽ ഏൽപ്പിച്ചു. പക്ഷെ നിനക്ക് അറിയാത്ത ഒന്നുണ്ട്. എന്താണെന്നറിയോ? എന്താ? ആകാശ് ചാറ്റൽ മഴയിൽ വിയർക്കാൻ തുടങ്ങി. ശങ്കറിന് മുന്നിൽ ഞാൻ എമിലി, നിനക്ക് മുന്നിൽ എസ്തർ, മറ്റൊരാൾക്ക് മുമ്പിൽ മറ്റൊരു പേര്, അത്രമാത്രം എന്ന് പറഞ്ഞവൾ തന്റെ കയ്യിലെ ആയുധം ആകാശിന്റെ തലയിലേക്ക് കുത്തിയിറക്കി. പ്രതികരിക്കാൻ പോയിട്ട് ഒന്ന് ശബ്ദിക്കാൻ പോലും സമയം കൊടുക്കാതെ ആകാശിന്റെ പ്രാണനെ അവൾ എടുത്തു. സെക്കൻഡുകൾ അതേപടി നിന്നിരുന്ന ആകാശ് പതിയെ സൈഡിലേക്ക് ചെരിഞ്ഞു. നേരത്തെ അവർ കൊന്നിട്ട ശങ്കറിന്റെ ബോഡിയിലേക്കാണ് ആകാശ് വന്ന് വീണത്. ഇരുവരുടെയും ബോഡിയിലേക്ക് അല്പനേരം നോക്കിയെന്ന് അവൾ പറഞ്ഞു. ചതിയിൽ വഞ്ചന പാടില്ല, അത് മനുഷ്യർക്ക്, എനിക്കല്ല. ഐ ആം നോട്ട് എ മാൻ ബൈ ആകാശ് എന്ന് പറഞ്ഞ അവൾ കാറിൽ കയറി ഗ്ലാസ്സിൽ നോക്കിക്കൊണ്ട് മുടിയൊന്ന് ശരിയാക്കി. തന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. തന്റെ അടുത്ത ഇരകളെ കെണിയിൽ വീഴ്ത്താനുള്ള സൂത്രങ്ങളുമായി മറ്റൊരു പേരിന്റെ രൂപത്തിലും ഭാവത്തിലും ഒരു വേട്ടക്കാരിയെ പോലെ.